ശ്രീഹാന്റെ ഇന്ന് ബർത്ത്ഡേ ആണ്. ഇതിലുള്ള അൽ റൊമാൻസിയ ഒത്തിരി റൂമുണ്ട് ഇതിനകത്ത്. നെസ്റ്റോയിലാണ്, നെസ്റ്റോയ്ക്കകത്തൂടെ നടക്കണം. അൽ റേഞ്ച് റോവറിന്റെ കേക്ക് ഉണ്ടാക്കി തരുന്ന ബേക്കറി ഐറ്റംസും കേക്കും അതും ഇതൊക്കെ. അൽഖർജിലെ അൽ റൊമാൻസിയയിലാണ്. നിന്റെ ഫേവറേറ്റ് കളറൊക്കെ ഉണ്ടല്ലോ. ചുമരാരെ കൂടി തട്ടിട്ട് മുട്ടിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ ഞങ്ങളുടെ വീട്ടിൽ ഓർഡർ ചെയ്തു. പിന്നെ ഒരു സ്പൈസി ചിക്കൻ ഓർഡർ ചെയ്തു അല്ലേ. ഫുഡ് ആയിട്ടാണ് നമുക്ക് ആ പാക്കിംഗ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം. ഞങ്ങൾ തന്നെ പേരിട്ടേക്കാണ് അൽഖർജി വ്യൂ പോയിന്റ്. ഒരു 10-11 കൊല്ലം മുമ്പ് ഞങ്ങളിവിടെ വരുമായിരുന്നു. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ശ്രീഹാന്റെ ഇന്ന് ബർത്ത്ഡേ ആണ്. അപ്പം നമ്മൾ കരുതി ഒരു കേക്കൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നേക്കാണ്. അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് റൊമാൻസിയ റെസ്റ്റോറൻറ്റിലാണ്. അൽഖർജിയിലുള്ള റൊമാൻസിയ റെസ്റ്റോറൻറ്റിലാണ്. അപ്പം നമ്മൾ അൽഖർജിയിലുള്ള അൽ റൊമാൻസിയ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നേക്കാണ്. ഇത് ശരിക്കും ഒരു അറബിക് റെസ്റ്റോറൻ്റാണ്. നമുക്ക് അറബിക് ഡിഷസ് ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പം ഇന്ന് ശ്രീഹാൻ്റെ ബർത്ത്ഡേ ഒക്കെയാണ്. ഞങ്ങൾ കരുതി ഇന്ന് ഇവിടെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ വന്നേക്കാണ്. ഇവിടെയാണെങ്കിൽ നമുക്ക് കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. ഇതിങ്ങനൊരു റൂമായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ നമുക്ക് നിലത്തിരുന്ന് കഴിക്കാൻ പാടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കയറുമ്പോൾ തന്നെ ഇതാണ് കത്തണൊക്കെ ആയിട്ടൊരു പ്രൈവസിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അല്ല റൂമിൻ്റെ ഒരു സെറ്റപ്പ് അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതുണ്ട്, ഇങ്ങനെ നമുക്കിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. നമുക്കകത്ത് കയറിയിരിക്കുക, എല്ലാവരോടും ഒരുമിച്ച് കഴിക്കാം. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അതിനകത്ത് കുറേ സൗകര്യങ്ങളുണ്ട്. നോക്കില്ല ഫുള്ള് ഒത്തിരി റൂമുകളുണ്ട്. കുട്ടികളൊക്കെ നമുക്ക് ഇതിലേക്ക് ഇറങ്ങി നടക്കുന്നുണ്ട്. ഒത്തിരി റൂമുണ്ട് ഇതിനകത്ത്. നമുക്ക് ഇഷ്ടമുള്ള റൂം എടുക്കാൻ പറ്റും. അങ്ങനെ നമുക്കിവിടെ ഇങ്ങനെ ഇരുന്ന് എല്ലാവരോടും വട്ടത്തിരുന്ന് കഴിക്കാൻ അടിപൊളിയായിരിക്കും. നമ്മൾ ടേബിളാണ് ചൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളവരൊന്നും സെലക്ട് ചെയ്യുക, ഫുഡ് ഓർഡർ ചെയ്യുക, നേരെ കഴിക്കുക. ഇങ്ങനെ അടിപൊളിയായിട്ടുണ്ടല്ലേ. നമ്മളിപ്പോൾ ഇരുന്നത് ഫാമിലീസിൻ്റെ നെസ്റ്റോയിലാണ്. കേക്ക് മേടിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഇന്ന് ശ്രീഹാന്റെ ബർത്ത്ഡേ ആണ്. നമ്മൾ കേക്ക് അങ്ങനെ നമ്മൾ നെസ്റ്റോയ്ക്കകത്തൂടെ നടക്കണം. അൽഖർജിലെ നെസ്റ്റോ ആണിത്. അൽഖർജിലെ നെസ്റ്റോയുടെ വീഡിയോ ഇതുവരെ ശരിക്കും ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇതാണ് അൽഖർജിലെ നെസ്റ്റോ. അപ്പോൾ നെസ്റ്റോയുടെ ഉൾവശത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ കാണുന്നത് നെസ്റ്റോയാണ്. അൽഖർജിലെ നെസ്റ്റോയ്ക്കകത്താണ് നമ്മൾ നിൽക്കുന്നത്. അതിൽ റൊമാൻസിയെ പോയിട്ട് നമ്മളൊന്ന് കേക്കൊക്കെ മുറിക്കാമെന്ന് വിചാരിച്ചു. എല്ലാ വർഷവും നമ്മൾ കേക്ക് എടുക്കുന്നത് നമ്മുടെ അരുൺ ഭായ് നല്ല രീതിയിൽ കേക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നു. ഇപ്രാവശ്യം നമ്മൾ കേക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പലതരത്തിലുള്ള കേക്കുകൾ കാണാം. റേഞ്ച് റോവറിന്റെ 300 രൂപയുടെ കേക്കാണിത്. 300 രൂപയുടെ നമ്മുടെ കേക്ക് ഉണ്ടാക്കി തരുന്ന എന്ത് പടം കൊടുത്താലും പുള്ളി അതേപോലെ നമുക്ക് ഉണ്ടാക്കി തരുന്നതായിരിക്കും. നമ്മളൊരു കേക്കിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളി ഡിറ്റുമായിട്ട് ആ കേക്ക് ഉണ്ടാക്കി നമുക്ക് തരും. അടിപൊളിയായിരിക്കും. പുള്ളി ആ പറഞ്ഞതിൽ ഒരു വ്യത്യാസവും കാണത്തില്ല. അതെ അതെ. ഇവിടുന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കേക്ക് എടുത്തിരുന്നു. അടിപൊളിയായിട്ടാണ് പുള്ളി അത് ചെയ്തിരുന്നത്. എന്ത് ഷേപ്പ് പറഞ്ഞാലും പുള്ളി അതേപോലെ നമുക്ക് ഉണ്ടാക്കി തരും കേട്ടോ. അത് പുള്ളി ആ കാര്യത്തിൽ പുള്ളിയാണ് അല്ലേ. ഡിറ്റായിട്ട് പുള്ളി കേക്ക് നമുക്ക് ഉണ്ടാക്കി തരും. ഈ ഒരു സെക്ഷനകത്താണ് കേക്കും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. ബേക്കറി ഐറ്റംസും കേക്കും അതും ഇതൊക്കെ ഇവിടെയാണ്. അപ്പോൾ നമ്മൾ കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. നമ്മളെ ഫുൾ ടൈം നെസ്റ്റോയിലാണ്. എന്നിരുന്നാലും ഇപ്പോൾ കേക്കിന് വേണ്ടി മാത്രം വന്നേക്കാണ്. നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഇതിനകത്താണ്. ഞങ്ങളുടെ ഫേവറേറ്റ് സ്ഥലമാണ് നെസ്റ്റോ. ആരുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഏതൊരു വീഡിയോയിൽ ഒമാന്റെ വീഡിയോയില് നെസ്റ്റോയില് സാധനങ്ങളൊക്കെ ആയിട്ടില്ലേ. ഒമാന്റെ നെസ്റ്റോ ഭയങ്കര വലുതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഈ നെസ്റ്റോ നെസ്റ്റോ ഭയങ്കര ഇഷ്ടമാണ്. ലുലു ആണോ നെസ്റ്റോ ആണോ ഇഷ്ടം? ഞങ്ങൾ നെസ്റ്റോയാണ് പറയാം. കാര്യം ഞങ്ങൾ എപ്പോഴും ഇങ്ങോട്ടാണ് വരാറുള്ളത്. എപ്പോഴും എന്ത് സാധനം മേടിക്കാനും ഇവിടെ മലയാളികളെല്ലാം നെസ്റ്റോയിലോട്ട് തന്നെയാണ് വരുന്നത്. വ്യാഴാഴ്ച ഇപ്പം എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അല്ലേ. എല്ലാ വ്യാഴാഴ്ചയും എല്ലാവരും വൈകിട്ട് ഇവിടെ ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ നമ്മൾ നെസ്റ്റോയിൽ നിന്ന് കേക്കൊക്കെ മേടിച്ച് നേരെ നമ്മൾ അൽ റൊമാൻസിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവുകയാണ്. അൽഖർജിലെ അൽ റൊമാൻസിയ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ അൽഖർജിലെ അൽ റൊമാൻസിയയിലാണ് നിൽക്കുന്നത്.
അപ്പോൾ ഇതൊരു അറബിക് റെസ്റ്റോറൻ്റ് ആണ്. നമ്മളിവിടെ നിന്നിട്ട് കഫ്സ അങ്ങനെ നമുക്ക് അല്ലേ ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ നമുക്ക് മേടിക്കാം. അപ്പോൾ നമ്മൾ അറബിക് ഫുഡാണ്. അപ്പോൾ നമ്മൾ നേരെ ഇന്ന് അങ്ങോട്ട് പോവാണ്. അൽ റൊമാൻസിയയിലാണ് ഇന്ന് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. അതെ, നമുക്ക് ഇരിക്കാൻ ഈ നിലത്തിരുന്ന് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ടേബിൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, എല്ലാവരും ഇവിടെ വന്ന് എപ്പോഴും കഴിക്കുന്നതാണ്. ഇത് മെയിനായിട്ട് അറബ്സിന്റെ മെയിൻ ഒരു റെസ്റ്റോറൻറ്റ്. അങ്ങോട്ട് നടക്കുക കേട്ടോ. ഇങ്ങനെ ഫുള്ള് സൗകര്യങ്ങളുണ്ട് കേട്ടോ. ഇങ്ങനെ ഇരിക്കാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയിലാണ്. ഇവിടെ ഇരുന്ന് കഴിക്കേണ്ടവർക്ക് അവിടെ ഇരുന്ന് കഴിക്കാം, ടേബിളിൽ ഇരിക്കേണ്ടവർക്ക് ടേബിളിൽ ഇരിക്കാം. നമ്മൾ കേക്കൊക്കെ കൊണ്ടുവന്നു. നമ്മുടെ കേക്ക് ഇതാ, ശ്രീഹാന്റെ കേക്ക് എത്തിയിരിക്കുകയാണ്. ആഹാ, ഫുൾ കാറാണല്ലോ. എന്റെ ഫേവറേറ്റ് കാർ ഉണ്ട്. നിന്റെ ഫേവറേറ്റ് കളറൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത്. 3 കാർ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ ശ്രീഹാന്റെ. മറ്റേ ഒരു ഗെയിം ഇല്ലേ നമ്മുടെ, എന്തായാലും ഇങ്ങനൊരു ഗെയിം ഞാൻ കളിച്ചിട്ടുണ്ട്. പേര് ഞാൻ മറന്നുപോയി. പണ്ട് ഭയങ്കര സംഭവമായിരുന്നല്ലോ, ആ ക്യാൻഡി ക്രഷിന്റെ ഇടയ്ക്ക് ഈ സംഭവം ഉണ്ടായിരുന്നു. ഞാൻ മറന്നുപോയി. അതേപോലെ ഉണ്ട് നിന്റെ കേക്ക് കാണാനായിട്ട് അല്ലേ. അതെ, പച്ച കളറാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സൗദി നാഷണൽ ഡേയുടെ നമുക്ക് ഇവിടെയും വൈബ് കിട്ടിയേക്കാണ്. എന്ത് ചെയ്യാന്ന്. അപ്പം ശ്രീഹാന്റെ ബർത്ത്ഡേ ആണ് അല്ലേ. അപ്പൊ ശ്രീഹാന്റെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കാൻ പോകണം. അവന്റെ ഫേവറേറ്റ് കാറുകളൊക്കെ ആയിട്ട് എല്ലാം ഉണ്ട്. അരുണിന്റെ കേക്ക് അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ ഈ ഒരു ഫോട്ടോ തന്നെയാണ് പുള്ളിക്ക് അയച്ചു കൊടുത്തത്. പുള്ളി അതേപോലെ അല്ലേ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എല്ലാ വർഷവും പുള്ളിയുടെ കേക്ക് ഞങ്ങളെ അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ല. അപ്പം നമ്മൾ ആ നെസ്റ്റോയിലാണ് കേക്ക് എടുത്തത്. എന്തായാലും ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സൂപ്പർ കേക്കാണ് അല്ലേ. അപ്പൊ നമുക്ക് ഇന്ന് എല്ലാ പ്രാവശ്യം നമ്മള് ടവറിലാണല്ലോ, ഈ പ്രാവശ്യം അൽ റൊമാൻസിൽ വരാമെന്ന് കരുതി. അപ്പൊ നമ്മള് ചുമ്മാ നമുക്ക് ഫുഡൊക്കെ കഴിക്കുക, കേക്കൊക്കെ എത്തിക്കുക, അത്രേ ഉള്ളൂ. വലിയ പരിപാടികളൊന്നും ഇല്ല അല്ലേ. അപ്പം ചെറുതായിട്ട് ആ നാഷണൽ ഡേയുടെ സെലിബ്രേഷൻ കഴിഞ്ഞുകൊണ്ടായിരിക്കും ആ ഒരു പച്ച കളർ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. കേക്കിനകത്ത് നമ്മൾ പച്ച കളർ അറിയാതെ വന്നിരിക്കുകയാണ് അല്ലേ. അപ്പൊ അങ്ങനെ ഇവന്റെ 25th ആണ്. 2 ദിവസത്തെ ഡിഫറൻസ് ആണ് ഇവന്റെ. ഓർക്കുന്നുണ്ടോ ചേട്ടൻ ഡെലിവറി ടൈം? ഞങ്ങൾ നാഷണൽ ഡേ സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരുന്നു എന്റെ ഡെലിവറി. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മള് നടക്കാൻ പോകുന്നതൊക്കെ ഓർക്കുന്നുണ്ടോ? ഇവൻ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ നാഷണൽ ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ ഡോക്ടറില്ല പൊക്കോ ഓടിച്ചു വിട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ അത് വഴിയൊക്കെ നടന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനിങ്ങി പോകും. അങ്ങനെയായിരുന്നു. അപ്പൊ ഞങ്ങൾ സെപ്റ്റംബറിലെല്ലാം കൂടെ ഇതാ ഒരു ഗ്യാങ് കൂടിയിരിക്കുകയാണ്. മാർച്ചിനെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. മാറിക്കൂ. സെപ്റ്റംബറുകാരെ കൂടെ തട്ടിട്ട് പൂട്ടിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ ഞങ്ങളുടെ വീട്ടില്. സെപ്റ്റംബറുകാര് ചേട്ടന് സെപ്റ്റംബർ എന്ന് പറഞ്ഞ മാസം ഭയങ്കര ഓണം, ബർത്ത്ഡേ, പിന്നെ ഇപ്പൊ നാഷണൽ ഡേ അല്ലേ. ഫുൾ ആഘോഷങ്ങളുടെ മാസമാണ് സെപ്റ്റംബർ. കണ്ടല്ലേ, സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ പൊളിയാണ്. പൊളി. സെപ്റ്റംബറുകാരെല്ലാം പൊളിയാണ്. അല്ലടാ, നമ്മൾ പൊളി ആൾക്കാരുടെ അങ്ങനെ പറയും. ഞങ്ങൾ ഗ്യാങ് കൂടിയിട്ടിരുന്ന് പറയും സെപ്റ്റംബറുകാരെ പൊളി 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 പൊളി. ഇനിയിപ്പോ ഇവിടെ നിന്ന് എന്തെങ്കിലും നമുക്ക് ഫുഡൊക്കെ എന്തെങ്കിലും ട്രൈ ചെയ്യണം. അപ്പൊ നമ്മൾ കേക്ക് മുറിക്കാൻ വേണ്ടിട്ട് ശ്രീഹാൻ ഇങ്ങനെ നമ്പുകയാണ്. എനിക്ക് മുറിക്കാൻ മുറിക്ക് കുറെ നേരമായി. അവൻ എത്രയും പെട്ടെന്ന് മുറിച്ചാ മതി എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ശ്രീഹാന്റെ കേക്ക് മുറിക്കുകയാണ് ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ശ്രീഹാൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു. നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോകണം അല്ലേ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും
അപ്പോൾ ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? അല്ലേ നമ്മളിങ്ങനെ നമുക്കിവിടെ ഇങ്ങനെ കിട്ടുന്ന സൗകര്യം അറിയത്തില്ല. എന്നാലും ഞങ്ങൾ കേക്കെല്ലാം കട്ട് ചെയ്ത് അടിപൊളിയായിരുന്നു. സൂപ്പർ കേക്കായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പ്രത്യേക താങ്ക്സ്. സൂപ്പർ കേക്ക്. ഫുഡിന്റെ കാഴ്ചകളൊക്കെ കപ്സ ഓർഡർ ചെയ്തു, പിന്നെ ഒരു സ്പൈസി ചിക്കൻ ഓർഡർ ചെയ്തു, പിന്നെ ചിക്കൻ കബാബ്, പിന്നെ ഷീഷ തവാക്ക് ഈ ഒരു സംഭവം, പിന്നെ 2 ജ്യൂസ് പറഞ്ഞു, പിന്നെ ഒരു മിക്സഡ് സാലഡ് പറഞ്ഞു. മിക്സഡ് സാലഡ്. അപ്പോൾ നമ്മുടെ ഫുഡ് എത്തിയിരിക്കുകയാണ് അല്ലേ? നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ ഫുഡും ഇങ്ങനെ വന്നു. പുള്ളി നല്ല അടിപൊളിയായിട്ട് ടേബിളെല്ലാം നല്ല സെറ്റ് ചെയ്തിട്ട് എല്ലാ ഫുഡ് നല്ല ഓർഡറിൽ അറേഞ്ച് ചെയ്ത് തന്നിരിക്കുകയാണ് അല്ലേ? നമ്മളെ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ഇതെന്താണ്? അങ്ങനെ നമ്മുടെ കപ്സ എത്തിയിരിക്കുകയാണ് അല്ലേ? സൗദിയിലെ ഫേമസ് ആയിട്ടുള്ള കപ്സ. മന്തി നമ്മുടെ നാട്ടില് മന്തി എന്നാണ് വിളിക്കുന്നത്. കപ്സ ഓർഡർ ചെയ്തേക്കുന്ന കപ്സ. അപ്പൊ കപ്സ നമ്മുടെ സ്പൈസി ചിക്കൻ സ്പൈസി ചിക്കൻ ബോക്സ് ആണ്. ഇത് റൈസ്, കബാബ്, ഒന്ന് കബാബ്, പിന്നെ ഒന്ന് ശീഷ, ഹമ്മൂസ് എത്തിയിരിക്കുകയാണ്. സാലഡ് നമ്മൾ ഓപ്പൺ ചെയ്യണം. എല്ലാം ഒത്തിരി മിക്സഡ് ആയിട്ടുള്ളൊരു സാലഡാണ്. എല്ലാം ഉണ്ട്, ഒത്തിരി സാലഡുണ്ട്. സാലഡ് എല്ലാം ഉണ്ട്. ഇതിനകത്ത് നമ്മുടെ കപ്സ, ഇവിടെ കുബൂസ് ഉണ്ട്, 2 കുബൂസ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഫ്രൈസും, പിന്നെ ഇതിനകത്ത് ഒരു കുബൂസ് ഉണ്ട്, കബാബുണ്ട്, ജ്യൂസ് പറഞ്ഞിരുന്നു, ജ്യൂസും മാംഗോ ഇതിനകത്തുണ്ട്, ചിക്കൻ കബാബ് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നല്ല എരിവാണ്, നല്ല രീതിയിലാണ് പാക്ക് ചെയ്തേക്കുന്നത്. നമുക്ക് ഈ ഫുഡ് നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ മൊത്തം ചെയ്തേക്കുന്നത്. അടിപൊളിയായിട്ടാണ്. നമുക്ക് ആ പാക്കിംഗ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഭംഗിയിൽ. പിന്നെ നോക്കി നമ്മൾ ഈ സോസിൽ ഈ ശീഷ് കബാബ് മുക്കി കഴിക്കാനാണ്. നല്ല സൂപ്പർ ഫുഡാണ് അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ചിക്കൻ ബോക്സ് ആണ് അത് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിയിൽ റൈസും മേളിൽ ഗ്രേവി ഒക്കെ ആയിട്ട് അല്ലേ? ബട്ടർ ചിക്കൻ്റെ ടേസ്റ്റ് കേട്ടോ. ഇത് റൈസാണ്, നല്ല എരിവുണ്ട്. ഇത് ബട്ടർ ചിക്കൻ്റെ ടേസ്റ്റാണ് ഈ ഒരു ചിക്കന്. രസമുണ്ട് ഈ റൈസ് കഴിക്കാനായിട്ട്, നല്ല എരിവുണ്ട്. റൊമാൻസിയുടെ ഫ്രണ്ടിലേക്ക് നമ്മൾ പോവാം. ഇത് തുടങ്ങിയ സമയത്തൊക്കെ എന്ത് തിരക്കായിരുന്നറിയില്ല. ഇതിനകത്താണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച്. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ എങ്ങോട്ട് പോകണം? അൽഖർജിന്റെ വ്യൂ പോയിന്റ് കണ്ടാലോ? അതെ, അൽഖർജ് വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മൾ തന്നെ പേരിട്ടേക്കാണ് അൽഖർജ് വ്യൂ പോയിന്റ്. അപ്പം നമ്മൾ അൽഖർജ് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോവാം. 1 മണിയാവാറ്. കടകളൊക്കെ അടച്ചു വരുന്നതേ ഉള്ളൂ. എല്ലാവരും ഇറങ്ങിയിരിക്കുന്നു. ഇവിടെ അൽബേക്ക് ഉണ്ട്. അപ്പോൾ ഒരിടയ്ക്ക് അൽബേക്കിന് എന്ത് തിരക്കായിരുന്നു. അൽബേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എന്ത് അടിയായിരുന്നു. ഇവിടെയാണ് ലുലു, ഞങ്ങളുടെ അൽഖർജിൻ്റെ ലുലു ആണ് ഈ പ്രാവശ്യം അൽഖർജിൽ പ്രോഗ്രാം ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ നമ്മളിതാ അൽഖർജിന്റെ ഞങ്ങൾ തന്നെ പേരിട്ടേക്കാണ് അൽഖർജ് വ്യൂ പോയിന്റ്. അപ്പൊ നമ്മൾ അൽഖർജ് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. കേറ്റാണ്. വണ്ടിയൊക്കെ കൊണ്ടിട്ട് രാത്രിയിൽ വന്നിരിക്കുക, അതായത് കസാരയൊക്കെ ഇട്ട് ഇരിക്കുന്നുണ്ടോ എല്ലാവരും. ഇവിടെ വന്ന് വൈകുന്നേരം സമയങ്ങളിൽ ഇവിടെ വന്നിരിക്കും. നോക്കി എന്നാ വ്യൂ ആണ്. നോക്കി ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ?
ഫുൾ അൽഖർജ് നമുക്ക് കാണാൻ പറ്റും. നോക്കിയാൽ നമുക്ക് ഈ അൽഖർജ് മൊത്തം കാണാൻ പറ്റും. അതെ, നേരത്തെ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഒറ്റ മനുഷ്യനില്ല, ഒരു വീടൊന്നും ഇല്ല. ഇപ്പൊ ഇവിടെ ആളുകളൊക്കെ വന്നിരിക്കാൻ തുടങ്ങി. അതെ, വണ്ടിയൊക്കെ ആയിട്ട് ആൾക്കാർ. നമ്മൾ പറഞ്ഞ അൽഖർജ് വ്യൂ പോയിന്റ് ആവും. അതെ, അതാ ഈ കാണുന്നതാണ് അൽഖർജ് വ്യൂ പോയിന്റ്. ഒരു 10-11 കൊല്ലം മുമ്പ് ഞങ്ങളിവിടെ വരുമായിരുന്നു ഇടയ്ക്ക് എല്ലാം, അല്ലേ? ഇവിടെ വരും. ഞങ്ങളൊക്കെ ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, ഫോർഡിൻ്റെ. ആ ഒരു വണ്ടിയിൽ ഇവിടെ വന്നിട്ട് ഞങ്ങളിവിടെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ കാണും. ഭയങ്കര ശാന്തമായിട്ട് നമുക്ക് ഫീൽ ചെയ്യായിരുന്നു, അല്ലേ? അപ്പോൾ നോക്കി ഒത്തിരി ആൾക്കാരൊക്കെ ഇവിടെ വന്നിരുന്നു തുടങ്ങി. ഇപ്പം ഭാവിയിൽ ഇതൊരു അൽഖർജ് വ്യൂ പോയിന്റ് ആയിട്ട് അറിയപ്പെടുമെന്ന് തോന്നുന്നു. വണ്ടികളുണ്ട് ഒത്തിരി. നമുക്ക് ആൾക്കാരെല്ലാം ഇവിടെ വണ്ടി നിർത്തി അവിടേക്ക് ഇരിക്കുകയാണ്. ആ അതെ അതെ അതെ, അതുണ്ടോ നമ്മളിപ്പോൾ ഇങ്ങനെയാണ് വന്നത്. ഇത് നമ്മുടെ ആ സ്ഥലമല്ലേ, നെസ്റ്റോയിൽ നിന്ന് വരുന്ന വഴിയല്ലേ ഇത്? ആ അതെ, നമ്മുടെ അൽഖർജ് ടവർ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ, ഭയങ്കര ദൂരമാണ്. നമുക്കറിയാം, നിങ്ങളെപ്പോഴും കാണും നമ്മുടെ വീഡിയോയിലെ അൽഖർജ് ടവർ, അല്ലേ? അത് ഇത്ര ദൂരെയാണ്, നോക്കിക്കേ, എന്താ കാണാനില്ല. ഇങ്ങനെ കിടക്കുകയാണ് ഫുൾ അൽഖർജ്. അൽഖർജിൻ്റെത് ആ ഒരു സൈഡ് മൊത്തം വരുന്നതാണ് ദില്ലം. ദില്ലം റിയാദ് പോകുന്ന അങ്ങോട്ടല്ലേ? നേരത്തെ താഴോട്ട് നല്ല കുഴിയായിരുന്നു, ഇപ്പൊ ഇച്ചിരി ഇവിടെ ഒക്കെ നികത്തിയിട്ടുണ്ട്. ശ്രീഹാന്റെ ബർത്ത്ഡേക്ക് പ്രമാണിച്ചതാണ് നമ്മൾ അൽഖർജ് വ്യൂ പോയിന്റ് കാണാൻ വന്നിരിക്കുകയാണ്, അല്ലേ? നമ്മുടെ ബാക്കിൽ മൊത്തം കാണുന്ന അൽഖർജാണ്. അപ്പം നമ്മൾ ഇന്ന് കുഞ്ഞിൻ്റെ ശ്രീഹാന്റെ കേക്കൊക്കെ കട്ട് ചെയ്തു, അല്ലേ? നെക്സ്റ്റ് നമ്മൾ കേക്കൊക്കെ മേടിച്ച് കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ റൊമാൻസിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ദാ അൽഖർജ് വ്യൂ പോയിന്റ് കാണാൻ വന്നിരിക്കുകയാണ് ഗായ്സ്. വയറൊക്കെ ഫുള്ളായി, ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ പണ്ട് ഇവിടെ എപ്പോഴും വരുമായിരുന്നു. ഒരു 10-11 വർഷമൊക്കെ മുമ്പ് ഞങ്ങൾ എപ്പോഴും ഇവിടെ വരുമായിരുന്നു. വല്ല ന്യൂ ഇയർ, ക്രിസ്മസ് ആ സമയത്തൊക്കെ വരുമായിരുന്നു. ന്യൂ ഇയറിൻ്റെ സമയത്തൊക്കെയാണ് ഞങ്ങൾ സാധാരണ ഇവിടെ വരുന്നത്. ന്യൂ ഇയർ, പിന്നെ അതാണ് ക്രിസ്മസ്, എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളൊക്കെ ഉള്ള സമയങ്ങളിൽ ഞങ്ങളിവിടെ വരും. വണ്ടി എടുത്തിട്ട് ഇവിടെ കൊണ്ടിട്ടിട്ട് ഞങ്ങളിവിടെ ഇരുന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നോക്കിക്കേ, ഇപ്പം എന്തോരം ആൾക്കാരാണെന്നറിയോ. ഇപ്പോൾ ഇവിടെ ആൾക്കാർ നിറഞ്ഞു. ഭാവിയിൽ ഈ ഒരു സ്ഥലം അൽഖർജ് വ്യൂ പോയിന്റ് ആയിട്ട് അറിയപ്പെടട്ടെ, അല്ലേ? അപ്പോൾ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അൽഖർജ് വ്യൂ പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരിവിടെ വരും. അപ്പോൾ ഈ കാണുന്നതാണ് അൽഖർജ് വ്യൂ പോയിന്റ്. 1:20. നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവാണ്, അല്ലേ? കുറേ നാൾ കൂടിയിട്ട് ഞങ്ങളിന്നിവിടെ വന്നത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. കണ്ട അൽഖർജ് കിടക്കുന്നുണ്ടോ? ഭയങ്കര പൊക്കത്തുനിന്ന് നമ്മൾ നേരെ താഴെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ അവിടുന്ന് നേരെ താഴേക്ക് ഇറങ്ങുകയാണ്. ശരിക്കും നോക്കി എന്തല്ലേ, ഓ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മളിതാ രാത്രിയിൽ 1:15 വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.